പരമദിവ്യകാരുണ്യത്തിന് ജെറമിയ 29:14. മറന്നു പോരുന്ന വചനം ജെറമിയ 29:14. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞേ, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സന്തോഷത്തോടെ വെറുതെ പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ നമുക്ക് തരുന്ന ചില ഞെരുക്കങ്ങളില്ലേ, ഞെരുക്കങ്ങൾ. അപ്പം ഞെരുക്കങ്ങളാണെന്നല്ല നിങ്ങൾ പറയേണ്ടത്. എന്താണ്? ഇതാണ് വിഷയം. 29:14 വിഷയം. എന്താണ്? എന്നെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ ഇടയാക്കും. അതാണ് വിഷയം. ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ മക്കളെ, ദൈവാനുഭവത്തിൻ്റെ പ്രഥമ അനുഭവ തലമെന്ന് പറയുന്നത് ബ്ലെസ്സിങ്സാണ്, അനുഗ്രഹമാണ്. ദാറ്റ് ഇസ് ഓൺലി എ ഫിസിക്കൽ ഫേവേഴ്സ്. ഭൗതികമായ ആനുകൂല്യമാണ്. അതിൻ്റെ നേച്ചർ യൂസ് ആൻഡ് ത്രോ. കഴിഞ്ഞ കൊല്ലം കിട്ടിയ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ഇന്ന് ഓർക്കുന്നുണ്ടോ നമ്മൾ? ഇല്ല. ചിലത് ഓർക്കും, ചിലത് ഓർക്കത്തില്ല. അനുഗ്രഹങ്ങളുടെ ഒരു അവസ്ഥയാണ് അത്. ചില സമയത്ത് വിസ്മൃതമായി പോകും. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പോലും നമ്മൾ തന്നെ വിസ്മരിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും വിഷയം എന്ന് പറയുന്നത്, ഈ വിഷയത്തെക്കാൾ ഉപരി മക്കൾ വ്യക്തിയെ, ആ അനുഗ്രഹം തരുന്ന ദൈവത്തെ, ആ സെക്കൻഡ് സ്റ്റെപ്പിൽ, ആധ്യാത്മിക സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ വിഷയത്തെക്കാളുപരി, അനുഗ്രഹത്തെക്കാളുപരി ഈ വ്യക്തിയെ ഫോക്കസ് ചെയ്യണം. ആരാ? കർത്താവേ, നീ തന്നെ ഞങ്ങളുടെ കൂടെ വരണം. അതാണ് വിഷയം. അതാണ് ഉടമ്പടിയുടെ പ്രസൻസ് എന്ന് പറയുന്ന ഒരു സത്യം. പ്രസൻസ്. അത് 2-3 വചനങ്ങൾ നമുക്കുണ്ട്. പുറപ്പാട് 33:14, ജോഷുവ 1:9. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 പുറപ്പാട് 33:14. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്ന്. ശക്തനും ധീരനുമായിരിക്കണമെന്ന്. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവയോട് ദൈവം പറയാൻ എന്താണ്? എനിക്ക് ഈ മോസസിനോട് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം കുറച്ചുകൂടി ഗ്രാവിറ്റി ഉള്ളത്. പുറപ്പാട് 33:14 കുറച്ചുകൂടി ഗ്രാവിറ്റി ഉള്ളത് ജോഷുവ 1:9. അവിടെ പറയുന്ന അതൊരു അഭിഷേക തലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മോസസിനോട് പറയുന്നത് എന്താണ്? ഞാൻ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇറ്റ്സ് ഓക്കെ. ദാറ്റ്സ് എ റെലം ഓഫ് ബ്ലെസ്സിങ്സിൻ്റെ ലെവലാണ്. അത് അനുഗ്രഹത്തിൻ്റെ ലെവലാണ്. ആശ്വാസം നൽകുകയും ചെയ്യും. അതായത് പുറപ്പാട് 33:14. പക്ഷേ ദൈവ അനുഭവത്തിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ജോഷുവയോട് പറയുന്നുണ്ട്. എന്താണ്? മോസസ് മരിച്ചുപോയി, മോസസിൻ്റെ കാലം കഴിയുകയാണ്,
ഇനി നീയാണ്. ഇതെന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അപ്പം നീ എവിടെ മോസസിനോട് പറഞ്ഞതിനേക്കാൾ ഈ പ്രോമിസ്